എവരിവൺ, ഫ്ലൂയിഡ് മെഷീനറി വീഡിയോ ലെക്ചർ സീരീസിലെ അടുത്ത ടോപ്പിക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസിപ്രോക്കേറ്റിംഗ് പമ്പിനെ കുറിച്ചായിരിക്കും. നോക്കാം. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് സെൻട്രിഫ്യൂഗൽ പമ്പിനെ കുറിച്ചായിരുന്നു. അതായത് നമുക്ക് വാട്ടറിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈഡ്രോളിക് പമ്പ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ട് തരം പമ്പുകളുണ്ട്. നമുക്ക് റോട്ടോ ഡൈനാമിക് പമ്പ്സ് ആൻഡ് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെൻട്രിഫ്യൂഗൽ പമ്പ് അത് റോട്ടോ ഡൈനാമിക് പമ്പിന്റെ അണ്ടറിലായിരിക്കും വരിക. അവിടെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. എന്നാൽ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്സ് അതിന് എക്സാമ്പിളാണ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് അഥവാ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പാണ്. അവിടെ നമ്മൾ വാട്ടറിന്റെ മേലെ നമ്മളൊരു പ്രഷർ എക്സേർട്ട് ചെയ്തിട്ട് ഒരു പിസ്റ്റൺ വെച്ചിട്ട്, ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് വെച്ചിട്ട് വാട്ടറിൽ നമ്മൾ ഒരു ഹൈഡ്രോളിക് പ്രഷർ എക്സേർട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പും റെസിപ്രോക്കേറ്റിംഗ് പമ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. നോക്കാം എന്തൊക്കെയാണ് മെയിൻ പോയിന്റ്സ് വരികയെന്നുള്ളത്. ദി റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഈസ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് പമ്പ്. It sucks and raises the liquid by actually displacing it with a piston or plunger. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെന്റ് ഉണ്ടായിരിക്കും, പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലഞ്ചർ. ഈ പ്ലഞ്ചർ വെച്ചിട്ട് നമുക്ക് ലിക്വിഡിനെ സക്ക് ചെയ്തെടുക്കാം സിലിണ്ടറിന്റെ ഉള്ളിലേക്ക്. അതേ പിസ്റ്റൺ പ്ലഞ്ചർ വെച്ചിട്ട് തന്നെ ലിക്വിഡിന്റെ പ്രഷർ നമുക്ക് റേസ് ചെയ്തിട്ട് അതിനെ നമുക്ക് പമ്പ് ചെയ്യാം. ഓക്കെ. The piston or plunger executes a reciprocating motion in a closely fitting cylinder. ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഉള്ളിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇത് ഒരു ക്ലോസ്ലി ഫിറ്റിംഗ് സിലിണ്ടർ ആയിരിക്കും. അതായത് മോഷൻ ഉണ്ടെങ്കിൽ കൂടി കറക്റ്റ് ഫിറ്റ് ആയിരിക്കും നമ്മുടെ പിസ്റ്റൺ അല്ലെങ്കിൽ പ്ലഞ്ചർ എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ ഉള്ളിൽ. ഓക്കെ. ഹൈ ക്യാപിറ്റൽ കോസ്റ്റ് ആസ് വെൽ ആസ് മെയിൻ്റനൻസ് കോസ്റ്റ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ്സ്. ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് എഫിഷ്യൻസി സെൻട്രിഫ്യൂഗൽ പമ്പിനായിട്ടും കൂടുതലാണെങ്കിലും ക്യാപിറ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ്, ക്യാപിറ്റൽ കോസ്റ്റും മെയിൻ്റനൻസ് കോസ്റ്റും സെൻട്രിഫ്യൂഗൽ പമ്പിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ നമ്മൾ സെൻട്രിഫ്യൂഗൽ പമ്പാണ് ഉപയോഗിക്കുന്നത്. അതായത് ക്യാപിറ്റൽ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയും മെയിൻ്റനൻസ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയും റെസിപ്രോക്കേറ്റിംഗ് പമ്പുകളെക്കാൾ കൂടുതൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ പമ്പുകളാണ്. അതുകൊണ്ട് പ്രാക്ടിക്കലി റെസിപ്രോക്കേറ്റിംഗ് പമ്പുകൾ ഓബ്സൊലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും യൂസ് ചെയ്യുന്നുണ്ട്, ചില കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ അത് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സ്മോൾ ഹാൻഡ് ഓപ്പറേറ്റഡ് പമ്പ്സ് സച്ച് ആസ് സൈക്കിൾ പമ്പ്സ്. നമുക്കറിയാം സൈക്കിളിൻ്റെ ടയറിൽ കാറ്റടിക്കുന്ന പമ്പ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതൊരു റെസിപ്രോക്കേറ്റിംഗ് പമ്പിന് എക്സാമ്പിളായിട്ട് പറയാം. ഫുട്ബോൾ പമ്പ്സ്, ഫുട്ബോളിന് നമ്മൾ വീർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പമ്പുകൾ. കെറസിൻ പമ്പ്സ്, വില്ലേജ് വെൽ പമ്പ്സ് ആൻഡ് പമ്പ്സ് യൂസ്ഡ് ആസ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് ഹൈഡ്രോളിക് ജാക്ക് ആർ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്സ്. The reciprocating pump is best suited for relatively small capacities and high heads. ഇത് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കണ്ടീഷനാണ്. സ്മോൾ കപ്പാസിറ്റി, അത് മാത്രമല്ല ഹൈ ഹെഡിലേക്ക്, അതായത് കൂടിയ ഹൈറ്റിലേക്ക് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യുന്ന സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് തന്നെയായിരിക്കും ബെസ്റ്റ് സ്യൂട്ടഡ്. ഓക്കെ. അതുപോലെ ഒരു സിറ്റുവേഷനാണ് This type of pump is very common in oil drilling operation. വാട്ടർ മാത്രമല്ല ഓയിൽ ഡ്രില്ലിംഗ് ഓപ്പറേഷനും അതും അവിടെ റിലേറ്റീവ് സ്മോൾ കപ്പാസിറ്റിയും ഹൈ ഹെഡും ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷനാണ് ഓയിൽ ഡ്രില്ലിംഗ് ഓപ്പറേഷൻ. ഇവിടെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. നൗ മെയിൻ പാർട്സ് ഓഫ് എ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. സോ ഇതുവരെ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ വർക്കിങ്ങിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന് മുൻപായിട്ട് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഇൻ റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ഒന്ന് നോക്കാം. ദി ഫോളോയിങ് ആർ ദ മെയിൻ പാർട്സ്: cylinder, piston, suction valve, delivery valve, suction pipe, delivery pipe, crank and connecting rod mechanism operated by a power source. Example, steam engine, internal combustion engine or electric motor. ഞാൻ ഇത് വിശദീകരിച്ച് പറഞ്ഞുതരാം. സിലിണ്ടർ, നമ്മൾ സിലിണ്ടറും പിസ്റ്റണും നേരത്തെ തന്നെ പറഞ്ഞു. റെസിപ്രോക്കേറ്റിംഗ് പമ്പ് എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഒരു സക്ഷൻ വാൽവ് ഉണ്ടായിരിക്കും. ഈ സക്ഷൻ വാൽവ് തുറന്നാലാണ് വാട്ടറിനെ സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുക. ഓക്കെ. സോ സക്ഷൻ വാൽവ് ഇതൊരു നോൺ റിട്ടേൺ വാൽവ് ആയിരിക്കും. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുക. അതുപോലെ തന്നെ ഡെലിവറി വാൽവ്, അതായത് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യണം. സോ വാട്ടറിൽ പ്രഷർ എക്സേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി വാൽവ് തുറന്നിട്ടായിരിക്കും നമ്മൾ വാട്ടറിനെ റിക്വയർഡ് പ്ലേസിലേക്ക് നമ്മൾ പമ്പ് ചെയ്യുന്നു. ഓക്കെ. അതിനുവേണ്ടി ഒരു വാൽവ് ഉണ്ടായിരിക്കും, ഡെലിവറി വാൽവ്. ഇതും ഒരു നോൺ റിട്ടേൺ വാൽവ് ആയിരിക്കും. അതായത് ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യുള്ളൂ. ദെൻ സക്ഷൻ പൈപ്പ്.
സക്ഷൻ വാൽവ് വഴി സിലിണ്ടറിനുള്ളിലേക്ക് വാട്ടറിനെ എത്തിക്കുന്നത് സക്ഷൻ പൈപ്പ് ആയിരിക്കും. ഡെലിവറി വാൽവ് വഴിക്ക് വാട്ടറിനെ എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നത് ഡെലിവറി പൈപ്പ് ആയിരിക്കും. ദെൻ ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം. ഈ പിസ്റ്റണിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടുന്നത് നമുക്ക് ഒരു റൊട്ടേഷൻ മോഷൻ വെച്ചിട്ടാണ്. റൊട്ടേഷൻ മോഷൻ നമ്മൾ ലീനിയർ മോഷൻ, ട്രാൻസ്ലേറ്ററി മോഷനായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്രാങ്ക് ആൻഡ് കണക്റ്റിംഗ് റോഡ് മെക്കാനിസം ആയിരിക്കും. ഇത് സ്റ്റീം എഞ്ചിനിലും ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ IC എഞ്ചിൻസിലും യൂസ് ചെയ്യുന്ന അതേപോലുള്ള ഒരു സെറ്റപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം വെച്ചിട്ട് നോക്കാം ഈ പറഞ്ഞ പാർട്സ് ഒക്കെ എവിടെ വരും. ഇതാണ് സക്ഷൻ പൈപ്പ്. അതായത് ഒരു സമ്പ് ഉണ്ടായിരിക്കും. സമ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കിണറ്റിൽ വെള്ളത്തിൻ്റെ ലെവല്, നമ്മൾ കിണറ്റിൽ നിന്നാണ് പമ്പ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു റിസർവോയറിൽ നിന്നാണ് നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുന്നതെങ്കിൽ ആ റിസർവോയറിൽ അല്ലെങ്കിൽ കിണറിലത്തെ വാട്ടർ ലെവലാണ് സമ്പ് എന്ന് നമ്മൾ പറയുന്നത്. സമ്പ് വെൽ, ജസ്റ്റ് സമ്പ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ. ഈ സമ്പിലായിരിക്കും സക്ഷൻ പൈപ്പിനെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, സോ സക്ഷൻ പൈപ്പ് വഴിക്കായിരിക്കും വാട്ടർ റേസ് ചെയ്ത് വരിക, സക്ഷൻ ചെയ്ത് വരിക. ഈ കാണിച്ചിരിക്കുന്നതാണ് സക്ഷൻ വാൽവ്. ഈ സക്ഷൻ വാൽവ് തുറന്നിട്ടാണ് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വാട്ടറിനെ എത്തിക്കുക. ഓക്കെ, ദെൻ പിസ്റ്റൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ പിസ്റ്റൺ ഹൗസ് ചെയ്തിരിക്കുന്നത് സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. ദെൻ അത് കൂടാതെ ഇവിടെ ഡെലിവറി വാൽവ്, അതായത് വാട്ടർ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകാനായിട്ട് ഡെലിവറി വാൽവ് ഉണ്ട്. ദെൻ ഡെലിവറി പൈപ്പ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഡെലിവറി പൈപ്പ് വഴിക്കായിരിക്കും വാട്ടർ നമ്മൾ പമ്പ് ചെയ്ത് റിക്വയർഡ് ഹൈറ്റിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് ഇവിടെ പിസ്റ്റൺ കാണിച്ചിട്ടുണ്ട്. പിസ്റ്റണിൻ്റെ ഒരു റോഡ് കാണിച്ചിട്ടുണ്ട്. പിസ്റ്റൺ റോഡ് കാണിച്ചിട്ടുണ്ട്. ഈ പിസ്റ്റൺ റോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ക്രാങ്കിലേക്കാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ക്രാങ്ക്. ഓക്കെ, ക്രാങ്ക് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഷാഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രിക് മോട്ടോറായിട്ട് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. സോ ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കപ്പിൾ ചെയ്തിരിക്കുന്ന ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും, അതോടൊപ്പം തന്നെ ക്രാങ്കും റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, സോ ഈ ക്രാങ്കും പിസ്റ്റൺ റോഡും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു കണക്റ്റിംഗ് റോഡ് വഴിക്കാണ്. ഇത് നമ്മൾ സ്റ്റീം എഞ്ചിൻ അല്ലെങ്കിൽ IC എഞ്ചിൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ, അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിസ്റ്റൺ റോഡിൽ നിന്ന് ഒരു കണക്റ്റിംഗ് റോഡ് വഴിക്കാണ് നമ്മൾ ക്രാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ എന്തുണ്ടാവും, ഈ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കണക്റ്റിംഗ് റോഡ് ഇങ്ങോട്ട് നീങ്ങും, കണക്റ്റിംഗ് റോഡ് അതിൻ്റെ ഒപ്പം നീങ്ങും. ആ സമയത്ത് പിസ്റ്റൺ റോഡിന് ടു ആൻഡ് ഫ്രോ മോഷൻ കിട്ടും. ആ ടു ആൻഡ് ഫ്രോ മോഷൻ നമ്മൾ ഇവിടെ പിസ്റ്റണിലേക്ക് ഇമ്പാർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷൻ കിട്ടുന്നത്. ശരി, ഇനി ഇവിടെ രണ്ട് ഹെഡുകൾ കാണിച്ചിട്ടുണ്ട്, HS ആൻഡ് HD. ഇതിൽ HS എന്ന് പറയുന്നത് സക്ഷൻ ഹെഡാണ്. അത് സമ്പ് ലെവലിൽ നിന്നും സിലിണ്ടറിൻ്റെ സെൻട്രൽ ലെവൽ വരെയുള്ള ഹൈറ്റ്, അതിനാണ് നമ്മൾ സക്ഷൻ ഹെഡ് എന്ന് പറയുന്നത്. സക്ഷൻ ഹൈറ്റ് എന്നും പറയും. ഇനി സിലിണ്ടർ സെൻട്രൽ ലൈനിൽ നിന്നും നമ്മൾ എവിടേക്കാണോ വാട്ടർ എത്തിക്കുന്നത് ആ ലെവൽ വരെയുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ഡെലിവറി ഹൈറ്റ് അല്ലെങ്കിൽ ഡെലിവറി ഹെഡ് എന്ന് നമ്മൾ പറയുന്നത്, ഡിനോട്ടഡ് ബൈ HD. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ്. എങ്ങനെയാണ് ഈ റെസിപ്രോക്കേറ്റിംഗ് പമ്പിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ വെച്ചിട്ട് നമ്മൾ വാട്ടറിനെ പമ്പ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ക്രാങ്കിലേക്ക് എത്താം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് ഇവിടെ കപ്പിൾ ചെയ്തിട്ടുണ്ടാവും ഈ ക്രാങ്കിൻ്റെ ഷാഫ്റ്റ് വെച്ചിട്ട്. സോ ക്രാങ്ക് ഷാഫ്റ്റ്, ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. സോ നമുക്കൊരു ക്ലോക്ക് വൈസ് മോഷൻ ഇവിടെ കൺസിഡർ ചെയ്യാം. സോ ഇപ്പോൾ ഇവിടെ ക്രാങ്ക് ഇവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. ഇവിടെ ഒരു തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഒരു സർക്കിൾ കാണിച്ചിട്ടുണ്ട്. ഈ സർക്കിൾ എന്ന് പറയുന്നത് ക്രാങ്കിൻ്റെ പാത്താണ്. ക്രാങ്കിൻ്റെ ഈ പോയിന്റ് മൂവ് ചെയ്യുന്ന പാത്താണ്. സർക്കുലർ മോഷനിലായിരിക്കും ആ പാത്ത് ഉണ്ടാവുക. സോ ഇവിടെ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ക്രാങ്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ് കാണിച്ചിരിക്കുന്നത് തീറ്റ. ക്രാങ്കിൻ്റെ റേഡിയസ് ആണ് R. ദെൻ ഈ ക്രാങ്ക് മൂവ് ചെയ്യുമ്പോഴുള്ള ആംഗുലർ വെലോസിറ്റിയാണ് ഒമീഗ. അണ്ടർസ്റ്റുഡ്? നോക്കാം. ഇനി ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ രണ്ട് സ്ട്രോക്കുകളുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് സ്ട്രോക്കുകൾ വരുന്നതെന്ന് പറയാം. സോ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ തീറ്റ വാല്യൂ 0, അതായത് ക്രാങ്ക് ക്രാങ്ക് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, അതായത് തീറ്റ വാല്യൂ 0 വരുന്ന സിറ്റുവേഷനിൽ ക്രാങ്ക് കംപ്ലീറ്റ്ലി ഇവിടെ ആയിരിക്കും. ഓക്കെ, ആ സമയത്ത് നമ്മുടെ പിസ്റ്റൺ എന്ന് പറയുന്നത് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിച്ചിരിക്കുന്ന പൊസിഷനിലായിരിക്കും പിസ്റ്റൺ നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സോ നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിക് മോട്ടോറിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അത് കപ്പിൾ ചെയ്തിരിക്കുന്ന നമ്മുടെ കണക്റ്റിംഗ് ക്രാങ്ക് ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ആ റൊട്ടേഷൻ തുടങ്ങുന്ന സമയത്ത് തീറ്റ വാല്യൂ 0-ൽ നിന്നും കൂടാൻ തുടങ്ങും.
സോ ഇപ്പോൾ നമ്മൾ കാണുന്ന പൊസിഷനിലേക്ക് എത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്രാങ്ക് ഇവിടേക്ക് എത്തും. ആ സമയത്ത് കണക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യും. കണക്റ്റിംഗ് റോഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിസ്റ്റൺ റോഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് പിസ്റ്റൺ ഈ കാണിച്ചിരിക്കുന്ന പൊസിഷനിലേക്ക് എത്തും. ഓക്കെ, സോ തീറ്റ വാല്യൂ ഇനി കൂടുന്തോറും കണക്റ്റിംഗ് റോഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യും, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. അതിനൊപ്പം തന്നെ പിസ്റ്റണും റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ആ സമയത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയാം. ഒന്നുകൂടെ പറയാൻ പറ്റും നമുക്ക്. ഈ IDC എന്ന് കാണിച്ചിരിക്കുന്നത് ഇന്നർ ഡെഡ് സെന്റർ, അതായത് എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷൻ ഓഫ് ദ പിസ്റ്റൺ ആണ് ഇന്നർ ഡെഡ് സെന്റർ. അതേപോലെ തന്നെ പിസ്റ്റണ് ഒരു എക്സ്ട്രീം റൈറ്റ് പൊസിഷനും ഉണ്ടാവും, ദാറ്റ് ഈസ് ODC, ഔട്ടർ ഡെഡ് സെന്റർ. ഓക്കെ, സോ ഇവിടെ ക്രാങ്ക് 0 ഡിഗ്രി ആംഗിളിൽ നിന്നും ഇവിടെ എത്തുമ്പോൾ, അത് ഇവിടെ എത്തുമ്പോൾ കംപ്ലീറ്റ് 180 ഡിഗ്രി ആയിട്ട് മാറും. സോ 0 ഡിഗ്രിയിൽ നിന്നും 180 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പിസ്റ്റൺ IDCയിൽ നിന്നും ODCയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഈ മോഷനെ പറയുന്ന പേരാണ് സ്ട്രോക്ക്. സ്ട്രോക്ക് എന്നാണ് പറയാം. അതായത് IDCയിൽ നിന്നും ODCയിലേക്ക് വരുന്ന മോഷനെ പറയുന്നത് നമ്മൾ സ്ട്രോക്ക് എന്നാണ് പറയാം. നമ്മൾ IC എഞ്ചിനിലൊക്കെ പഠിച്ച സെയിം കാര്യം തന്നെ. ദെൻ ആ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ക്യാപിറ്റൽ L. സോ എക്സ്ട്രീം ലെഫ്റ്റ് പൊസിഷനിൽ നിന്നും റൈറ്റ് പൊസിഷനിലേക്ക് എത്തുമ്പോൾ L ഡിസ്റ്റൻസ് ആയിരിക്കും പിസ്റ്റൺ ട്രാവൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഡിസ്റ്റൻസ് ഇസ് ടേംഡ് ആസ് സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ IDCയിൽ നിന്നും ODCയിലേക്ക് എത്തി. ഈ സമയത്ത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം. സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല സത്യം പറയുകയാണെങ്കിൽ. കാരണം 2 വാൽവ് അടഞ്ഞിരിക്കുകയാണ്, വാട്ടർ ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. സോ 2 വാൽവ് അടഞ്ഞിരിക്കുന്ന സമയത്ത് ഈ പിസ്റ്റൺ IDCയിൽ നിന്നും ODCയിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാർഷ്യൽ വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരു നെഗറ്റീവ് പ്രഷർ ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഈ പോർഷനിൽ ഈ നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ പുറത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ ഈ സമ്പ് ലെവലിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രഷർ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും ഉണ്ടാവുക. ആ പ്രഷർ ആയിരിക്കും ഇവിടെ എക്സേർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിലെ പാർഷ്യൽ ഒരു വാക്വം അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ഇവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണെങ്കിൽ നമുക്ക് പ്രഷർ ഡിഫറൻസ് കാരണം വാട്ടർ ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് ട്രാവൽ ചെയ്യും. ഓക്കെ, ട്രാൻസ്പോർട്ട് ചെയ്യും. സോ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സെക്ഷൻ വാൽവ് ഓപ്പൺ ആവും. സെക്ഷൻ വാൽവ് മാത്രമേ ഓപ്പൺ ആവുള്ളൂ, ഡെലിവറി വാൽവ് അടഞ്ഞിരിക്കും. സെക്ഷൻ വാൽവ് ഓപ്പൺ ആവുന്നത് ഈ വാട്ടർ ഹൈ പ്രഷർ, കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ആയിട്ടുള്ള ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ആയിരിക്കും. അവിടെ നിന്ന് ലോ പ്രഷറിലേക്ക് വാട്ടറിനെ ഡിസ്പ്ലേസ് ചെയ്യും. വാട്ടർ ഇങ്ങോട്ട് ഈ സെക്ഷൻ പൈപ്പ് വഴിക്ക് മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ സെക്ഷൻ വാൽവ് ഓപ്പൺ ആവുക. അങ്ങനെ ഓപ്പൺ ആയിട്ട് ഈ വരുന്ന വാട്ടർ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്ന് ഫില്ലാവും. ഓക്കെ, അങ്ങനെ നമ്മുടെ പിസ്റ്റൺ ODCയിൽ എത്തുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ വന്ന് ഫില്ലാവും. ഓക്കെ, സോ ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി. തീറ്റ 180 ഡിഗ്രി ആയി മാറുന്ന സമയമാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ വന്ന് ഫില്ലായാൽ സെക്ഷൻ വാൽവ് അടയും. ഇനി എന്താണ് ഉണ്ടാവുക നോക്കാം. ഇപ്പോൾ ഇവിടെ ക്രാങ്ക് 180 ഡിഗ്രിയിലാണ്. ഈ 180 ഡിഗ്രിയിൽ നിന്നും വീണ്ടും റൊട്ടേറ്റ് ചെയ്യും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റെവല്യൂഷൻ നടക്കും അല്ലേ. 0യിൽ നിന്ന് 180 എത്തി, ഇനി 180യിൽ നിന്നും 360യിലേക്കാണ് വരുന്നത്. ആ സമയത്ത് എന്താണ് ഉണ്ടാവുക, നേരത്തെ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് ആവും ഉണ്ടാവുക. അതായത് ODCയിൽ ഇരുന്ന പിസ്റ്റൺ IDCയിലേക്ക് മൂവ് ചെയ്യും. സെയിം സ്ട്രോക്ക് ലെങ്ത് തന്നെയാണ് അവിടെ ഉണ്ടാവുക. സോ തീറ്റ 180 ടു തീറ്റ ഇസ് ഇക്വൽ ടു 360. പിസ്റ്റൺ വിൽ ബി മൂവിങ് ഫ്രം ODC ടു IDC. ആ സമയത്ത് എന്തുണ്ടാവും, ഇതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ, നമ്മൾ നേരത്തെ സക്ഷൻ ചെയ്തെടുത്ത വാട്ടർ, ഇപ്പോൾ ഇവിടെ പാർഷ്യൽ വാക്വം ഒന്നുമില്ല കാരണം വാട്ടർ വന്ന് ഫില്ല് ചെയ്തു. ഈ വാട്ടറിനെ നമ്മൾ ഈ പിസ്റ്റൺ വെച്ചിട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യാണ്. ഈ വാട്ടറിൻ്റെ മേലിൽ ഒരു ഹൈഡ്രോളിക് പ്രഷർ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നു. ഹൈഡ്രോളിക് എനർജി നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നു. സോ ആ ഹൈഡ്രോളിക് എനർജി കാരണം ഈ വാട്ടറിൻ്റെ പ്രഷർ കൂടും. ഇവിടെ നിന്ന് സക്ഷൻ ചെയ്തെടുത്ത വാട്ടറിൻ്റെ പ്രഷറിനായിട്ടും ഈ പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും. സോ ഇവിടെ നമുക്ക് എവിടേക്കാണ് പമ്പ് ചെയ്യേണ്ടത്, ഇവിടേക്കാണ് പമ്പ് ചെയ്തെത്തിക്കേണ്ടത്. റിക്വയർഡ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും. സോ ഈ അറ്റ്മോസ്ഫിയർ പ്രഷറിനായിട്ടും കമ്പാരിറ്റീവ്ലി ഹയർ ആയിട്ട് ഇവിടുത്തെ പ്രഷർ നമുക്ക് കിട്ടും. സോ നേരത്തെ ഇവിടെ നടന്ന അതേപോലെ ഹൈ പ്രഷർ ടു ലോ പ്രഷറിലേക്കായിരിക്കും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ നടക്കുക. സോ ഇവിടുത്തെ ഈ ഹൈ പ്രഷർ വാട്ടറിൽ നിന്നും ഇവിടുത്തെ കമ്പാരിറ്റീവ്ലി ലോ പ്രഷർ വാട്ടറിലേക്ക് വാട്ടർ ട്രാൻസ്പോർട്ട് ആവും. ഓക്കെ, അതിനുവേണ്ടി ഈ ഡെലിവറി വാൽവ് ഓപ്പൺ ആവും. സെക്ഷൻ വാൽവ് അപ്പോഴും അടഞ്ഞിരിക്കും. ഡെലിവറി വാൽവ് ഓപ്പൺ ചെയ്ത് ഈ വാട്ടറിനെ ഈ പിസ്റ്റൺ തന്നെ ഇവിടെ നിന്ന്
ഈ ഡെലിവറി പൈപ്പ് വഴിക്ക് റിക്വയർഡ് ഹൈറ്റിലേക്ക് പമ്പ് ചെയ്യും. ഓക്കെ,